Hello guys, welcome to Fun Money YouTube channel. So, we will Google Pixel 7 Pro tips, tricks, hidden features and settings video. So, now we will 12GB, 128GB Google Pixel 7 Pro. So, first of all, it's interesting and settings start. So, okay, so first of all, the screenshot. So, just back double tap here. Screenshot. So, this is location settings. Settings and system option. System ഉള്ള ജസ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻസ് മൊത്തം കിടക്കുന്ന ഇവിടെയാണ് ജസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട് ജസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്ടോ ക്വിക്ക് ടാപ്പ് ടു സ്റ്റാർട്ട് ആക്ഷൻസ് അതിപ്പോൾ ബൈ ഡിഫോൾട്ട് കിടക്കണം ഞാൻ ഇപ്പോൾ ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആപ്പ് കൊടുക്കുക എന്നിട്ട് ഏത് ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അതിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാണ്ടോ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്സും കൂടെ കാണിക്കും സോ ആപ്പ് ഇട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഇത്രയും ഫംഗ്ഷൻ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും രണ്ടാമത് വെച്ചാൽ ക്വിക്ക് ഓപ്പൺ ക്യാമറ ദാറ്റ് മീൻസ് നമ്മുടെ പവർ ബട്ടൺ 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഏത് സ്ക്രീനിൽ നിന്നാലും പെട്ടെന്ന് തന്നെ ക്യാമറ ഓപ്പൺ ആവും കണ്ടോ ഇൻസ്റ്റൻറ്റ് ക്യാമറ ഓപ്പൺ ആയി നെക്സ്റ്റ് ഫ്ലിപ്പ് ക്യാമറ ഫോൾ സെൽഫിയാണ് ദാറ്റ് മീൻസ് നമ്മൾ നോർമലി നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെൽഫി ക്യാമറ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വരാൻ പറ്റും നെക്സ്റ്റ് സിസ്റ്റം നാവിഗേഷൻ ദാറ്റ് മീൻസ് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് നാവിഗേഷൻ ഇട്ടേക്കണം അതാണ് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ബട്ടൺ നാവിഗേഷൻ എടുക്കാം പക്ഷേ അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് ബാക്ക് നമുക്ക് നോർമൽ ബട്ടൺസ് ഉണ്ട് അതിനകത്ത് നമുക്കത് ഹോൾഡ് ഹോം ഫോർ അസിസ്റ്റൻറ്റ് ദാറ്റ് മീൻസ് ഇവിടെ ഞെക്കി പിടിച്ചിട്ടിരുന്ന കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് വരാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് പക്ഷേ ഏറ്റവും അടിപൊളി ജസ്റ്റ് നാവിഗേഷൻ തന്നെയാണ് കാരണം അതാണ് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര കൺവീനിയൻറ്റ് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പോക്കോളും പിന്നെ ബാക്ക് പോകാനായിട്ട് ഒന്നെങ്കിൽ ഇത് റൈറ്റിൽ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ലെഫ്റ്റിൽ സ്വൈപ്പ് കൊടുക്കുക ഓക്കെ ബാക്ക് പോകാൻ പിന്നെ റീസൺസ് പോകാനായിട്ട് ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടക്കൊണ്ട് നിർത്തും സോ ഭയങ്കര കൺവീനിയൻ്റ് ആണത് സോ അത് ജസ്റ്റ് എനേബിൾ ചെയ്യുക പിന്നെ ഇവിടെ നമുക്കിത് ഈ സെറ്റിംഗ്സിനെ അയക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻസിറ്റീവ് ദാറ്റ് മീൻസ് ഈ ബാക്കിൻ്റെ ഒക്കെ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ പെട്ടെന്ന് നൈസായിട്ട് ടച്ച് ചെയ്ത് തന്നെ നമുക്ക് ബാക്ക് പോകാനൊക്കെ പറ്റും ഓക്കെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് അപ്പ് ഫ്രം സ്വൈപ്പ് ടു ഇൻവോക്ക് അസിസ്റ്റൻറ്റ് ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗൂഗിൾ അസിസ്റ്റൻസ് വരാനുള്ള ഓപ്ഷനാണ് ഓക്കെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ കിടന്നോട്ടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ടാപ്പ് ടു ചെക്ക് ഫോൺ ദാറ്റ് മീൻസ് നമ്മുടെ ജസ്റ്റ് ഫോണിൽ നമ്മളൊന്ന് സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേക്കപ്പ് ചെയ്യുന്ന സംഭവമാണ് ടാപ്പ് ടു ചെക്ക് ഫോൺ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലിഫ്റ്റ് ടു ചെക്ക് ഫോൺ ദാറ്റ് മീൻസ് റൈസ് ടു വേക്ക് ആണ് എസെൻഷ്യലി ദാറ്റ് മീൻസ് നമ്മുടെ ഫോണിൻ്റെ ഇങ്ങനെ ടേബിൾ പ്ലേസ് നിൽക്കുമ്പോൾ ഇപ്പോൾ ലോക്കായിട്ടിരിക്കുകയാണ് ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടോ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് വേക്ക് ചെയ്യുന്ന സംഭവമാണത് ലിഫ്റ്റ് ടു ചെക്ക് ഫോൺ ഇച്ചിരി വെറൈറ്റി പേരാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ഫ്ലിപ്പ് ടു എന്നാണ് എടുത്തേക്കുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ സൈലൻറ്റ് മോഡാണ് ആ കളർ സെറ്റപ്പ് ദാറ്റ് മീൻസ് ഡു നോട്ട് ഡിസ്റ്റർബ് ടേൺ ഓൺ ചെയ്യാനുള്ളൊരു ഫീച്ചറാണ് സാംസങ്ങിനകത്താണെങ്കിൽ അത് ഇൻകമിംഗ് കോൾ വരുമ്പോൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ മ്യൂട്ട് ആവണം നത്തിങ്ങിനകത്തൊക്കെ ആണെങ്കിൽ ഫ്ലിപ്പ് ടു ഗ്ലിഫ് എന്ന് പറഞ്ഞ ഫീച്ചർ ദാറ്റ് മീൻസ് ഇങ്ങനെ കമത്തി വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്ലിഫ് ഇൻ്റർഫേസ് മാത്രം വർക്ക് ചെയ്യണം ഇത് അതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഹാപ്റ്റിക് വൈബ്രേഷൻ കിട്ടും ഈ സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും സോ അതാണ് നമ്മുടെ ഫ്ലിപ്പ് ടു എന്ന് പറഞ്ഞൊരു ഫീച്ചർ സോ നെക്സ്റ്റ് നമ്മൾ 100 മോഡ് ജസ്റ്റ് ഇത് നമ്മൾ പേജ് സ്ക്രീൻ നിൽക്കണം ഇപ്പോൾ ഞാൻ ക്രോം നിൽക്കുകയാണ് ജസ്റ്റ് ഇത് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ കൊടുത്താൽ മതി കണ്ട നൈസായിട്ട് നമ്മുടെ 100 മോഡ് വന്നു സോ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിപ്പോൾ ആൻഡ് നെക്സ്റ്റ് ഫോർ ദ ഫൈനൽ ജസ്റ്റ് ഫൈനൽ പ്രസ് ആൻഡ് ഹോൾഡ് ദ പവർ ബട്ടൺ ആണ് നമുക്കിപ്പോൾ ഹോൾഡ് ഫോർ അസിസ്റ്റൻ്റ് ആണ് അതിപ്പോൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരുന്നില്ല സോ അത് ബേസിക്കലി യുവർ പെർഫോമൻസ് കസ്റ്റമൈസ് ചെയ്യാൻ പെട്ടെന്ന് ഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഗുളസിന് വരും ചിലപ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് മാക്സിമം ടൈം ആണെങ്കിൽ ലോങ് ഇടുക നമുക്ക് ജസ്റ്റേഴ്സ് വരുന്നത് ഇനി നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മീൻസ് ഇവിടെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട് സോ നമുക്ക് ആഡ് ഗസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് സോ നമുക്ക് ക്രിയേറ്റിംഗ് എ ന്യൂ ഗസ്റ്റ് എന്ന് ചെയ്യേണ്ടോ സ്വിച്ച് ടു ഗസ്റ്റ് കൊടുക്കാം സോ നമ്മുടെ മെയിൻ ഫോണും സെക്കൻഡറി ഫോണായിട്ട് രണ്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പരിചയത്തിൽ ആൾക്കാർ ഫോൺ കൊടുക്കണം അപ്പോൾ നമ്മുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ അല്ലെങ്കിൽ പേഴ്സണൽ ഡേറ്റ ആക്സസ് ചെയ്യാണ്ടിരിക്കാനുള്ള ഫീച്ചറാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഫ്രഷ് ആയിരിക്കും നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്നും സൈൻ ഇൻ ആയിരിക്കില്ല കേട്ടോ നമ്മുടെ പ്ലേ സ്റ്റോറിലെ ഡേറ്റാസ് ഒന്നുമില്ല ദാറ്റ് മീൻസ് സൈൻ ഇൻ പോലും അല്ല ആൻഡ് എൻ്റെ ഇപ്പോൾ എൻ്റെ ഫോട്ടോസാണ് ഫോട്ടോസൊക്കെ കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ് ഒന്നുമില്ല എൻ്റെ നോർമലിനകത്ത് ഫംഗ്ഷൻ കുറേ ഫോട്ടോസൊക്കെ ഉള്ളതാണ് ആൻഡ് ഇനി നമ്മൾ ബാക്ക് ടു നമുക്ക് സെറ്റിങ്സിൽ സെറ്റിങ്സിൽ പോയിട്ട് സെയിം ലൊക്കേഷൻ തന്നെ സിസ്റ്റം എടുത്തിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ് എടുക്കുക റിമൂവ് ഗസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ മെയിൻ ഫോണ്ട് വരും സോ എന്നിട്ട് എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചു ആൻഡ് ദെൻ നോക്കിയറിയാം പിന്നെ ഇത് മെയിൻ കണ്ടൻറ്റ് വന്നത് എൻ്റെ ക്രോമൊക്കെ ഉണ്ടത് എൻ്റെ വിത്തിൻ ലോഗിഡിനാണ് അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാം ഫോട്ടോസിനകത്തൊക്കെ കണ്ടൻറ്റും ഉണ്ട് ഓക്കെ ഉണ്ടോ നോക്കിയാൽ എല്ലാ ഫോട്ടോസിനും കണ്ടൻറ്റും ഉണ്ട് സോ അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ യൂസേഴ്സ് വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് ലൈവ് ട്രാൻസ്ലേറ്റർ ഓപ്ഷൻ നമുക്ക് അവിടെ തന്നെയുണ്ട് നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജായിട്ട് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ട ആഡ് ലാംഗ്വേജ് കൊടുത്തിട്ട് ഏത് ലാംഗ്വേജാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കിട്ടുന്നുണ്ട് ഓക്കെ തമിഴ് ഹിന്ദിയൊക്കെ ഓപ്ഷൻസ് കുറച്ച് അവൈലബിൾ ആണ് അവിടെ ഓക്കെ സോ ലൈവ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്
നെക്സ്റ്റ് നമ്മുടെ ആപ്പ് റെസ്ട്രിക്ഷനിൽ ആപ്പ് ടൈമേഴ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഇത്ര നേരമാണ് ഇപ്പോൾ സപ്പോസ് ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം അരമണിക്കൂറാണ് യൂസ് ചെയ്യുള്ളൂങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പേഴ്സണൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഡിജിറ്റൽ വെൽബീങ് ആൻഡ് കൺട്രോൾസ് എടുക്കുക. അതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്സ് ഒക്കെ ഇതിനകത്തുണ്ടാവും. സോ ജസ്റ്റ് ടാപ്പ് കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് ഞാൻ ക്യാമറ ഇവിടെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമറ വിൽ ബി ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകും. ഓക്കെ, അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ടൈമേഴ്സ് ഓരോ ആപ്ലിക്കേഷൻ ഇത്ര നേരം വെച്ച് യൂസ് ചെയ്യാൻ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോക്കസ് മോഡ് അതിൻ്റെ അകത്തുള്ള കസ്റ്റമൈസേഷൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇന്ന ഫോക്കസ് മോഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനത്തെ ഓരോ ഫംഗ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐഫോൺസിലൊക്കെ തന്നെ ക്രാഷ് ഡിറ്റക്ഷൻ പോലത്തെ സംഭവം എന്ത് കാർ ക്രാഷ് ഡിറ്റക്ഷൻ സംഭവം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നമ്മുടെ അതൊരു ഒരു പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് വേണ്ടത്. ഓപ്പൺ പേഴ്സണൽ സേഫ്റ്റി അങ്ങനെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ എമർജൻസി കോൺടാക്ട്സ് അതേപോലെ തന്നെ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കോൺടാക്ട്സ് ഒക്കെ വിത്തൗട്ട് അൺലോക്കിംഗ് നമുക്ക് കാണാനൊക്കെ പറ്റും. ഇനി നെക്സ്റ്റ് വെച്ചാൽ ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ ദാറ്റ് മീൻസ് ഇങ്ങനെ ലോക്ക് ആയിരിക്കുന്ന ഫോൺ ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹോമിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ നോക്കിയറിയാം അതുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ വന്ന് നിൽക്കണേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇനി സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ഹോമിൽ പോകുള്ളൂ. പക്ഷേ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ച ലൊക്കേഷൻ സിസ്റ്റത്തിനകത്ത് ജസ്റ്റേഴ്സിനകത്ത് ഓൾറെഡി ഈ ഓപ്ഷനാണ് ലിഫ്റ്റ് ടു ചെക്ക് ഫോൺ എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ഓൺ ആക്കിയിടണം. ദെൻ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് സെക്യൂരിറ്റിക്കകത്ത് നമ്മുടെ ഫേസ് അൺലോക്ക് എടുക്കണം. 1 2 3 4 എൻ്റെ പിന്നടിച്ചു. അതുകൊണ്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഫേസ് അൺലോക്ക്. അതിനകത്ത് സ്കിപ്പ് ലോക്ക് സ്ക്രീനിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതങ്ങനെ ഡസ്റ്റ് ഓൺ ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതേ ഫോൺ ലോക്ക് ആക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഫോൺ ലോക്ക് ആക്കി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതേ ലോക്ക് ആക്കി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതേ ഫോൺ ചുമ്മാ എടുക്കുകയാണ്. ആണോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോൺ നേരെ എൻ്റെ ഹോം സ്ക്രീനിൽ വന്നു. സോ ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യണം. സോ അത് റിയലി നൈസാണ് ആ സംഭവം. ഓക്കെ, അതാണ് നമ്മുടെ ഫേസ് അൺലോക്ക്. പിന്നെ ഫിംഗർ പ്രിൻറ്റിനകത്ത് നമുക്ക് ഇവിടെ ഫിംഗർ പ്രിൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്സബിലിറ്റി ചെയ്ത് അതിനകത്ത് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സ്ട്രാ ഡിം ദറ്റ് മീൻസ് നമ്മുടെ സ്ക്രീനിൽ അതേ ബ്രൈറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദറ്റ് മീൻസ് ഹാർഷ് ലൈറ്റ് നമ്മൾ കണ്ടിട്ട് അടിക്കാണ്ടിരിക്കാനുള്ള ഓപ്ഷനാണ് എക്സ്ട്രാ ഡിം. ഇത് ജസ്റ്റ് ആണ് നോക്കി കഴിഞ്ഞാൽ ദറ്റ് മീൻസ് ആ ബ്രൈറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുകയും പക്ഷേ നമുക്ക് ആ ഹാർഷ് ലൈറ്റ് നമ്മൾ കണ്ടിട്ട് വരാണ്ടിരിക്കുകയും ചെയ്യും. സോ അങ്ങനെ ആ ഓപ്ഷൻ നമുക്ക് എക്സ്ട്രാ ഡിം ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ അത് ഇവിടെ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ദറ്റ് മീൻസ് നമ്മുടെ ലൈവ് ക്യാപ്ഷൻ ദറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ പറയുക ഒരു മീഡിയ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഓഡിയോ അതിനൊപ്പം വരാൻ വേണ്ടിയുള്ള ദറ്റ് മീൻസ് ക്യാപ്ഷൻ ദറ്റ് മീൻസ് ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്ന് വെച്ചൊരു മൂവി പ്ലേ ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് ലൈവ് ക്യാപ്ഷൻ ഉണ്ട് ഹായ് ഹൗ ആർ യു അങ്ങനെ എഴുതുന്ന സംഭവം. പിന്നെ ലൈവ് ട്രാൻസ്ക്രൈബ് ദറ്റ് മീൻസ് നമ്മൾ പറയണ ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് ആയിട്ട് എഴുതാനുള്ള ഓപ്ഷൻ നമുക്ക് ലൈവ് ട്രാൻസ്ക്രൈബിൻ്റെ ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അതും അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടെ ഇവിടെ. ദറ്റ് മീൻസ് നമുക്ക് എന്താണ് സംഭവം ദറ്റ് മീൻസ് സ്ക്രീനിൽ സപ്പോർട്ടഡ് മൂവീസിനകത്തും ഷോസിനകത്ത് എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഹിൻഡ് പോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരുന്ന സംഭവമാണ് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ. പിന്നെ സൗണ്ട് ആംപ്ലിഫയർ ദറ്റ് മീൻസ് നമ്മുടെ ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ആംപ്ലിഫൈ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയുള്ള ആയിട്ടാണ് നമ്മുടെ സൗണ്ട് ആംപ്ലിഫയർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിനകത്ത് വാൾപേപ്പറിന് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അടിപൊളി വാൾപേപ്പറാണ്. ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന കുറേ അടിപൊളി വാൾപേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വാൾപേപ്പേഴ്സിൻ്റെ കളർ ദറ്റ് മീൻസ് ഉണ്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഈ ഒരു കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. അടിപൊളി കസ്റ്റമൈസേഷൻ കളേഴ്സിന് ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നോക്കിയറിയാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലേ സ്റ്റോർ ജിമെയിൽ ഫോട്ടോസ് എന്നൊക്കെ ഈ ആപ്പിൻ്റെ തന്നെ ഇൻസെർട്ട് ചെയ്ത തംബ്നെയിലാണ് കിടക്കുന്നത്. അപ്പോൾ ദറ്റ് മീൻസ് ഐക്കണാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ തീമിനനുസരിച്ച് ഐക്കണാക്കാം. സോ ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോക്കിയറിയാം ഇനി ഞാൻ ജസ്റ്റ് ഇത് ഹോം കണ്ടോ വേറെ ഒരു രീതിയിലായിപ്പോയി ഫോൺ ഉണ്ടോ. ദറ്റ് മീൻസ് ഇവിടെ ഞങ്ങൾ വരുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ദറ്റ് മീൻസ് ആ ഒരു ആപ്പ് ലോഞ്ചിങ് വരുവാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ അത് ഇവിടെ നമുക്ക് മൊത്തം ആ ഒരു ഐക്കൺസ് ഒക്കെ മാറി ഒരു പ്രത്യേക ലേഔട്ടായി. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഓക്കെ, സോ ബാക്ക് ടു ദാറ്റ് സെയിം ലൊക്കേഷൻ അതാണ് നമുക്ക് ഇവിടെ തീംഡ് ഐക്കൺസ് വന്നേക്കണേ. പിന്നെ നമുക്ക് ഇവിടെ ഡാർക്ക് തീമുണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പക്ഷേ ഇടുവാണ് അടിപൊളി. ആ ഒരു എന്താ പറയുക യു ഐയിൽ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ആപ്പ് ഗ്രിഡ് ഒരു സ്ക്രീനിൽ എത്ര ആപ്ലിക്കേഷൻ വേണം കേട്ടോ എത്ര ആപ്ലിക്കേഷൻ വേണം 5x5 വരെ ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സെറ്റിങ്സിനകത്ത് ഡിസ്പ്ലേ. സോ സെറ്റിങ്സ് ഡിസ്പ്ലേ കിടക്കുന്നുണ്ട്. ഓപ്ഷൻ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ക്വാളിറ്റി റെസൊല്യൂഷൻ ഉള്ള ഫോണാണ്. സോ ഫുൾ റെസൊല്യൂഷൻ ഇപ്പോൾ ഹൈ റെസൊല്യൂഷനാണ് 1080 × 2400 ആണ് മാക്സിമം ഈ ക്വാളിറ്റി ഇട്ട് കഴിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് റെസൊല്യൂഷൻ കിട്ടും. സോ കുറച്ചും കൂടെ ബാറ്ററി കൺസപ്ഷൻ കുറച്ച് കൂടുതൽ എന്നാലും അടിപൊളിയാണ് നല്ല റെസൊല്യൂഷൻ ഉണ്ട് കിട്ടാനായിട്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ നോർമലി ഒരു ബാറ്ററിയുടെ പോലെ അല്ല ഭയങ്കര ലെസ് കൺസപ്ഷനാണ്. ഞാൻ ഇപ്പോൾ ഇതുവരെ നോക്കിയാൽ ഭയങ്കര കൺസപ്ഷൻ കുറവാണ്. സോ ഇത് ഇട്ടെന്ന് വെച്ച് വലിയ കുഴപ്പമില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ സ്മൂത്ത് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ 120 Hz റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. LTPO ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. സോ അതിന് എൻഹാൻസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നൈറ്റ് ലൈറ്റ് ദാറ്റ് മീൻസ് നമ്മുടെ ഈ
നൈറ്റ് റൂമിൽ ലൈറ്റ് ഇല്ലാണ്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന മസ്റ്റായിട്ട് ടേൺ ഓൺ ചെയ്യുന്ന ഫീച്ചറാണ്. ദാറ്റ് മീൻസ് ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് കളഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അത് നൈറ്റ് ലൈറ്റ് ഓൺ ആക്കി ഇടുക. അപ്പോൾ വേറൊരു കളർ തീം പോലെ അപ്ലൈ ആയി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് തീം അപ്ലൈ ആയ പോലെ. ഓക്കെ, സോ ലൈറ്റിലാണ്ട് ഫോൺ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഡിസ്പ്ലേ സൈസ് ആൻഡ് ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ സൈസ് കൂട്ടാൻ, ഫോണിൻ്റെ സൈസ് കൂട്ടാൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടാൻ, പിന്നെ ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ ഉണ്ടോ, പിന്നെ ടെക്സ്റ്റിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് കൂട്ടാൻ, ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ഓപ്ഷൻ ആക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ പിക്സൽ സൗണ്ട് ഇപ്പോൾ ലൈറ്റ് കെയർ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചാലും മിക്കപ്പോഴും ആ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇപ്പോൾ ഫുൾ ഗ്ലൂ ഒക്കെ ഒട്ടിക്കാണ്ടിരുന്ന ജസ്റ്റ് നോർമലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ഭയങ്കര കുറയാൻ സാധ്യതയുണ്ട്. സോ ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ മോഡ് ദാറ്റ് മീൻസ് ഇൻക്രീസ് ടച്ച് സെൻസിറ്റിവിറ്റി ഓപ്ഷനാണ്. നിങ്ങളുടെ ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കളേഴ്സിനകത്ത് അഡാപ്റ്റീവ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്. ബൈ ഡിഫോൾട്ട് അഡാപ്റ്റീവ് ആണ്. നാച്ചുറൽ കുറച്ചും കൂടെ അത്രയും പഞ്ച് കിട്ടില്ല, ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് കളറായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കൂടെ കാണാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസിനകത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി, ദാറ്റ് മീൻസ് നമ്മൾ ഡിലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ ഒരാൾ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചോ, അയാൾ അവിടെ നിന്ന് നമ്മുടെ ഫോൺ റിസീവ് ആയി, പക്ഷേ അയാൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും നമുക്കിത് ടേൺ ഓൺ ചെയ്യണമെങ്കിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എല്ലാം അവിടെ കറക്റ്റായിട്ട് നമുക്ക് വിത്ത് ടൈം സ്റ്റാമ്പ് ചെയ്ത് കാണിക്കും. സോ വേറെ തേർഡ് പാർട്ടി വെച്ച് ഡിലീറ്റഡ് മെസ്സേജസോ റീസ്റ്റോർ ചെയ്ത മെസ്സേജിന് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് ഇവിടെ വരും. പക്ഷേ നമ്മൾ വൺസ് നമ്മുടെ ഫോണിൽ റിസീവ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ദാറ്റ് മീൻസ് ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓഡിയോ ആണ് നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്താണ്. സോ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എടുക്കുക, അത് ഇതാണ് സംഭവം. നൗ പ്ലേ ഉണ്ടോ, ഇതാണ് സംഭവം. ഓക്കെ, ഇത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഇപ്പോൾ കറൻ്റ് പ്ലേ, ഇപ്പോൾ ഒരു മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ് മീൻസ് ലോക്ക് സ്ക്രീനിൽ കാണണമെങ്കിൽ ഇത് ടേൺ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഏതാണ് മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്യുക. തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഏതാണ് ആപ്പ് എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ കുറച്ചൊരു ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും, ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. പിന്നെ അടിപൊളി ഹാപ്റ്റിക് മോട്ടറാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കണേ. ഓക്കെ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇതിൻ്റെ ഹാപ്റ്റിക്സ് എല്ലാം മാക്സിമം ഉണ്ടോ, എല്ലാത്തിനും അടിപൊളി ഹാപ്റ്റിക് മോട്ടറാണ്. ദാറ്റ് മീൻസ് നമ്മൾ ആ ടച്ച് ഫീഡ്ബാക്ക് എല്ലാവരും നല്ല രീതിയിലുള്ള ഹാപ്റ്റിക്സ് ഉണ്ട്. സോ എല്ലാം മാക്സിമത്തിയിട്ട് യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും അടിപൊളി. ദാറ്റ് മീൻസ് നല്ലൊരു ഭയങ്കര റിഫൈൻഡ് ഹാപ്റ്റിക്സ് ആണ് ഫീൽ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വെച്ചാൽ നമ്മുടെ ആപ്പ് ഡ്രോവറിൻ്റെ സെർച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇത് വന്നിട്ടുണ്ട്. മീൻസ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഡോട്ട്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്താൽ പ്രിഫറൻസിന് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ആണോ ഓൾവേസ് ഷോ കീബോർഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടേക്കാണ്. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഡ്രോയർ വരും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് എനേബിൾ ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്തു, ഇവിടെ ടാപ്പ് ചെയ്തു, ഇവിടെ പ്രിഫറൻസ് ടാപ്പ് ചെയ്തു, ഓൾവേസ് ഷോ കീബോർഡ് കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ ഒന്നെങ്കിൽ ക്രോമിൽ പോയി അവിടെ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ വിഡ്ജറ്റിൽ പോയിട്ട് ചെയ്യണം. ഇതൊന്നും ചെയ്യണം. ജസ്റ്റ് ഇത് ആപ്പ് ലോഞ്ചർ എടുത്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി വേറെ എന്തെങ്കിലും സംഭവം നമുക്ക് ഇപ്പോൾ എൻ്റെ ജസ്റ്റ് ഇത് S22 Ultra അൾട്ര പ്രൈസ് ഉണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡയറക്റ്റ് എടുത്ത് ഗൂഗിൾ സെർച്ചാണ് പോയത് കണ്ടോ. നമ്മൾ എവിടെ നിന്ന് ചെയ്യുന്നത് നോക്കണം. നമ്മൾ ജസ്റ്റ് അവിടെ ആപ്പ് ഡ്രോയറിനകത്ത് നിന്ന് ടൈപ്പ് ചെയ്തതാണ് പിക്സൽ 7 Pro പ്രൈസ് ഇൻ ഇന്ത്യ ഉണ്ടോ, പിക്സൽ 7 Pro പ്രൈസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഇവിടെ പോയി, ഇവിടെ ഡയറക്റ്റ് ഗൂഗിൾ സെർച്ചിൽ പോയി. സോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ ആക്സസിബിലിറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് എക്സ്ട്രാ ഡിം ഓപ്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ്. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിയറിയാം നമുക്ക് ഇവിടെ ഒരു പെന്നിൻ്റെ ഒരു പെൻസിലിൻ്റെ ഇപ്പോൾ ഒരു എഡിറ്റിൻ്റെ ഐക്കൺ കിട്ടുന്നുണ്ട്. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ട ആപ്സ് മൊത്തം അവിടെ കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് എക്സ്ട്രാ സൗണ്ട് ആംപ്ലിഫയർ, റെക്കോർഡ്, ലൈവ് ക്യാപ്ഷൻ, സൗണ്ട് നോട്ടിഫിക്കേഷൻ, ലൈവ് ട്രാൻസ്ക്രൈബ്, പിന്നെ ബാറ്ററി ഷെയർ. ദാറ്റ് മീൻസ് നമ്മുടെ വയർലെസ് പോർഷനാണ് ബാറ്ററി ഷെയർ എന്നത്. ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടിടുന്നത്, ഇവിടെയാണ് കൊണ്ടിടുന്നത്, എക്സ്ട്രാ ഡിങ് ഇവിടെ കൊണ്ടിട്ടു. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഹോട്ട്സ്പോട്ട് ഇമ്പോർട്ടൻ്റ് ആണുള്ളത്, ഹോട്ട്സ്പോട്ട് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഓക്കെ, സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാം നിങ്ങൾ എടുത്തിട്ട് അവിടെ കൊണ്ടിട്ട്, റെക്കോർഡർ ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചാൽ ഞാൻ റെക്കോർഡർ ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുകൊണ്ട് ഏതൊക്കെയാണോ വേണ്ടത് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടത്. ഇപ്പോൾ കണ്ട് നോക്കിയാൽ ഉണ്ടോ എല്ലാ ഓപ്ഷൻസ്. നമുക്ക് ബാറ്ററി ഷെയർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വയർലെസ് പോർഷൻ പുറകിൽ വേറെ ഡിവൈസസ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ എല്ലാം നമുക്ക് സെറ്റാണ്. സോ അതും നൈസ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ പറ്റില്ല. സോ നമ്മൾ ജസ്റ്റ് ബാറ്ററി എടുക്കുക. ബാറ്ററിക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ബാറ്ററി പെർസെൻറ്റേജ് സ്റ്റാറ്റസ് ബാർ ഉണ്ടോ 37% കറക്റ്റ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഇത് ബാറ്ററി സേവറിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ പവർ ഷെയർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ബാറ്ററി ഷെയർ ചെയ്യണം, എത്ര ശതമാനം വരെ ഷെയർ ചെയ്യണം. ദാറ്റ് മീൻസ് ഉണ്ടാവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 50% അല്ലെങ്കിൽ മിനിമം 30% എന്തായാലും വിടണം. കാരണം അതിൽ കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനുള്ള കഴിഞ്ഞിട്ട് പിന്നെ ഷെയർ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ മിനിമം 30%. ബൈ ഡിഫോൾട്ട് റെക്കമെൻഡ് മാക്സിമം ഒരു 50% ഇട്ടേക്കണം കേട്ടോ. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ഡു റെക്കമെൻഡ് 25-30 ആയിരിക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ത്രഷോൾഡ് ദാറ്റ് മീൻസ് 25% കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയർലെസ് പവർ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്.
പിന്നെ ഡുവൽ ആപ്പ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് നമ്മുടെ റീസൻസി പോവുക, റീസൻസി പോയിട്ട് റീസൻസി നാട്ട് കിടക്കണം. ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് സ്പ്ലിറ്റ് ടോപ്പ് എന്ന ഓപ്ഷനാണ് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ. സോ ജസ്റ്റ് ടാപ്പ് ചെയ്തു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ടാപ്പ് ചെയ്തു. സോ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുകയാണ്. കണ്ടോ, സെയിം സമയത്ത് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, സെയിം സമയത്ത് സെക്കൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. കണ്ടോ, അതൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ സംബന്ധിച്ച് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും ചിലർക്ക്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കൊരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ദാറ്റ് മീൻസ് ഇതിനകത്ത് കുറേ ടെക്സ്റ്റ് ഉണ്ടല്ലോ. ദാറ്റ് ഈ ഇതിനൊരു ടെക്സ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റീസൻസിൽ പോയിട്ട് കണ്ടോ സെലക്ട് ഓപ്ഷൻ ഉണ്ടോ, ഞാൻ ടാപ്പ് ചെയ്തു. കണ്ടോ, അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റ് ഉള്ള ഐക്കൺ സാധനങ്ങൾ മൊത്തം വന്നിട്ട് ജസ്റ്റ് ഇത് കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണത് ഷെയർ ചെയ്യുക. കണ്ടോ, കണ്ടോ എന്തൊക്കെയാണ് വേണ്ടത് മൊത്തം നമുക്ക് ഡയറക്റ്റ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഏതാണോ ഐക്കൺസ് വേണ്ടത് അത് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്യാം, ഇവിടുന്ന് തന്നെ കോപ്പി ചെയ്യാം, ഇവിടുന്ന് തന്നെ ഷെയർ ചെയ്യാം. സോ ഫുൾ സെറ്റപ്പ് അവിടെ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ കീബോർഡിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സ് ആണ്. സോ കീബോർഡ് എടുക്കുക, ജസ്റ്റ് നമുക്ക് ഗ്ലൈഡ് ടൈപ്പിംഗ് ദാറ്റ് മീൻസ് ചുമ്മാ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയാൽ PIXEL പിക്സൽ ഉണ്ടോ. ഇനി ഗുഡ് മോർണിംഗ് ആണ് GOOD ഗുഡ് MORNING അങ്ങനെ കോമൺ യൂസ് ഫേസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് വരും. സോ അത് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ കീബോർഡിനകത്ത് വേറെ കുറച്ചൊന്നും അവൈലബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തീംസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ദാറ്റ് മീൻസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം. ഉണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് തീം മാറ്റാം. ഉണ്ടോ, ഇഷ്ടമുള്ള തീം മാറ്റാം. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രിസൈസ് ഇപ്പോൾ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വലിയ സംഭവമാണല്ലോ. ദാറ്റ് മീൻസ് വലിയൊരു ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്ക് പ്രിസൈസ് ഈ ക്യാമറ ഹാവ് മാറ്റി ഹാസ് ആക്കണമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിസൈസ് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൊടുക്കുക. അപ്പോൾ വലിയൊരു പാരഗ്രാഫിലൊക്കെ കേട്ടോ അത് ഭയങ്കര യൂസ്ഫുൾ ആവുക. സോ ഇപ്പോൾ ഇത് ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണെന്ന് ചെയ്യണ്ടോ, പ്രിസൈസ് നമുക്ക് ജോയിസ്റ്റിക്ക് പോലെ കിട്ടി. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹാവ് മാറ്റി ഇനി എന്ത് ഹാസ് ഉണ്ടോ. പക്ഷേ വലിയൊരു ടെക്സ്റ്റ്, ഇപ്പോൾ ചെറിയൊരു ടെക്സ്റ്റ് നമുക്ക് ആ ഡെപ്ത് അറിയാൻ പറ്റില്ല. വലിയൊരു ടെക്സ്റ്റിന് ഭയങ്കര ഈസിനെസ് ആയിരിക്കും, കാരണം മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ഒക്കെ ഉള്ള ടെക്സ്റ്റാണ്. പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് ആക്കാൻ പറ്റി. കണ്ടതേ കണ്ടോ, എവിടെ കൊണ്ടു വെച്ചാലും കണ്ടോ, ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഫ്ലോട്ടിംഗ് ഓഫ് ചെയ്താൽ പിന്നെ 1 ഹാൻഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ എന്ത് ഈ കൈ വെച്ച് ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ആയിക്കാൻ ടൈപ്പ് ചെയ്തു. ഫ്ലോട്ടിംഗ് അല്ല നമ്മൾ 1 ഹാൻഡ് ആക്കുക കേട്ടോ. ജസ്റ്റ് ടൈപ്പ് ചെയ്തു, ഫ്ലോട്ടിംഗ് മാറ്റി ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തു, ടാപ്പ് ചെയ്തു, 1 ഹാൻഡ് കണ്ടോ. ഇപ്പോൾ ഇനി ഈ സൈഡിൽ വേണമെങ്കിൽ കണ്ടോ 1 ഹാൻഡ് കറക്റ്റ് ഒറ്റ കൈ കൊണ്ട് എല്ലാം ആക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് എന്തോരം വേണമെങ്കിൽ കോപ്പി ചെയ്യുന്ന ക്ലിപ്ബോർഡ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് നമുക്കവിടെ. അതാണ് നമ്മുടെ കീബോർഡ് സെറ്റിങ്സ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഗെയിം ഡാഷ്ബോർഡ് എന്ന സംഭവം, ദാറ്റ് മീൻസ് നമ്മുടെ സെറ്റിങ്സിനകത്ത് നമ്മുടെ ഗൂഗിളിനകത്തോട്ട് കിടക്കണം. ഗൂഗിളിനകത്ത് നമ്മുടെ ഗെയിം ഡാഷ്ബോർഡ് കണ്ടോ. ദാറ്റ് മീൻസ് നമ്മൾ ഗെയിംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡു നോട്ട് ഡിസ്റ്റർബ് വലിയ ബേസിക് സെറ്റിങ്സ് ആട്ടോ. വലിയ കാര്യമായിട്ട് പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് ഉള്ള സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ എന്താണ് ദാറ്റ് മീൻസ് ആ സമയത്ത് നോട്ടിഫിക്കേഷൻസ് കോൾസ് ഒന്നും വന്നാൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ആ ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ ദ പിക്സൽ ഈസ് മെൻ ഫോർ ദിസ് കൈ എന്ന് പറഞ്ഞ ക്യാമറ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നൈറ്റ് സൈറ്റ് ദാറ്റ് മീൻസ് നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് എല്ലാ മോഡ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ടോ അതിൻ്റെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ. ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ റേഷ്യോ സെലക്ട് ചെയ്യാൻ, ഓട്ടോ ഫോക്കസിൻ്റെ ഓപ്ഷൻ, ടൈമറിൻ്റെ ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ മോഷൻ ദാറ്റ് മീൻസ് മൂവിങ് ഒബ്ജക്ട്സ് ക്യാപ്ചർ ചെയ്യാനുള്ള പക്കാ സെറ്റപ്പ്. ദാറ്റ് മീൻസ് ആ മൂവിങ് നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആക്ഷൻ പാനലും ആ സെയിം സംഭവത്തിന് എടുക്കാൻ പറ്റും. ഓക്കെ, അത് ഇവിടെ എല്ലാം കിടപ്പുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ടൈമറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് പോർട്രേറ്റിനകത്ത് തന്നെ സെയിം സംഭവം നമുക്ക് നൈറ്റ് സൈറ്റിൻ്റെ ഓപ്ഷൻ. ദാറ്റ് മീൻസ് പിന്നെ ഫേസ് റീടച്ച് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇത് ക്യാമറ എടുത്തു. ക്യാമറയ്ക്കകത്ത് നമുക്ക് ഇവിടെ സെയിം ലൊക്കേഷൻ തന്നെയാണ്, സെയിം ഓപ്ഷൻ തന്നെയാണ്, നമ്മൾ ആദ്യം കണ്ട സെയിം ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ടോപ്പ് ഷോട്ടും ഓപ്ഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വീഡിയോഗ്രാഫിക്കകത്ത് നമുക്ക് ഇവിടെയാണ് നമ്മൾ മാക്സിമം നമ്മുടെ ആ റെസൊല്യൂഷൻ വരുന്നത്. 4K at 60 FPS നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതെന്നേരം ഭയങ്കര ലിമിറ്റഡ് ആകും, കുറേ ഓപ്ഷൻസ് ഡിസേബിൾ ആയി പോകും. സോ FHD at 60 അത്യാവശ്യം കുറേ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ഇതാണ് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ആണ് നമുക്കത് സ്റ്റാൻഡേർഡ് സിറ്റുവേഷൻ കിട്ടും. പിന്നെ ലോഗ് ഇട്ട് കഴിഞ്ഞാൽ 2x സൂമിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പിന്നെ ആക്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഹെവി മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യണം. പിന്നെ സിനിമാറ്റിക് പാൻ അതൊക്കെ നമുക്ക് ഓപ്ഷൻ നോക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്ത് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് FHD പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറുന്നുണ്ട് കണ്ടോ. അത് മാറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെസൊല്യൂഷനൊക്കെ മാറും. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യണം. ഓക്കെ, നോക്കി അറിയാണ്ടോ സ്പീച്ച് എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻ ഒക്കെ ഓൺ ഓഫ്. പിന്നെ 10 ബിറ്റ് HDR വീഡിയോ അത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഇവിടെ എല്ലാ സെറ്റപ്പ് ഇവിടെ കിടപ്പുണ്ട്. സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ, പിന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ് ഉണ്ടോ, അത് ടൈം ലാപ്സ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ സിനിമാറ്റിക് മോഡ്. ഓക്കെ, ആൻഡ് ഇത് കണ്ടു മീൻസ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റഡ് ബ്ലറിയുടെ സിനിമാറ്റിക് മോഡ് കിടപ്പുണ്ട്. മോഡ്സിനകത്തുള്ളത് പാനോരമ, ഫോട്ടോസ് ദാറ്റ് മീൻസ് ഒരു 360 ഡിഗ്രി പോലത്തെ വ്യൂ, പിന്നെ ഗൂഗിൾ ലെൻസ്. സോ ഇത്രയാണ് ഗൈസ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗൂഗിൾ പിക്സൽ 7 Pro ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് നോക്കുന്ന വീഡിയോ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.